നമസ്കാരം. അപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മുടെ ഡ്രയർ കയറ്റാനുള്ള പരിപാടിയിലാണ്. അപ്പൊ നമ്മുടെ ഡ്രയർ കയറ്റുന്നത് പിന്നെ പാലക്കാടേക്കാണ്, നമ്മുടെ സ്വന്തം ജില്ലക്കാണ്, പാലക്കാടേക്കാണ്. നമ്മുടെ സുഹൃത്തിനാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ ഡ്രയറിന്റെ വിശേഷങ്ങളാണ്. 500 തേങ്ങ കൊള്ളുന്ന ഇലക്ട്രിക്കൽ ഡ്രയറാണിത്. ഏകദേശം 16 ട്രേ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡ്രയറാണിത്. അപ്പോൾ ഇത് പാലക്കാടേക്കാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കട്ടറും കൊണ്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു എക്സ്പിലറും ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള അതിലുള്ള ഫുൾ ഓപ്ഷൻ എല്ലാ സാധനങ്ങളും നമ്മൾ കയറ്റുന്നുണ്ട്. വണ്ടിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എക്സ്പിലറും കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ പൈനിയർ ഏജൻസി രമേശ് ഏട്ടനാണ് അവിടെ എക്സ്പിലറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പാലക്കാടേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളെ മുൻകാല വീഡിയോസിൽ പറഞ്ഞ പോലെ നമ്മൾ ഇലക്ട്രിക്കൽ ഡ്രയറിന് 4 വീല് വെച്ചിട്ടുണ്ട്. ആ വീല് എന്ന് പറഞ്ഞാൽ നല്ല ലോഡ് എടുക്കുന്ന ഹെവി വീലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിൽ, ടവർ ബോൾട്ട് എല്ലാം സ്റ്റീലാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ 16 ട്രേണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ട്രേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വലിയ നല്ല ഹെവി നെറ്റാണ്. നമ്മുടെ പിന്നെ മില്ലിൽ പുട്ടിൻ്റെ ഒക്കെ അരിപ്പൊക്കെ ചെയ്യുന്ന ഒരു നെറ്റാണ് മേലെ ഇട്ടിട്ടുള്ളത്. അത് ഏകദേശം 2 വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വലിയ കണ്ണിലുള്ള ട്രേ 2 വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെറിയ നെറ്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ മല്ലി ഒക്കെ ഉണക്കാവുന്ന രീതിയിലുള്ള 2 നെറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ട്രേന് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പാർട്ടിക്കാർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഉണക്കാം. ഉണക്കാം, നമ്മൾ വെയിലത്തിട്ട് ഉണക്കണ എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിലിട്ട് ഉണക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ ഇതിൽ 3 ലെയറാണ് ഇതിൻ്റെ ബോഡി. പിന്നെ ACP, അതുപോലെ തന്നെ ഗ്ലാസ് വൂള്, GI, അങ്ങനെയാണ് നമ്മളെ ഈ ഡ്രയറിൻ്റെ വിശേഷങ്ങൾ. അതുപോലെ തന്നെ ഇതിൻ്റെ മേലെ ഒരു ഡോറുണ്ട്. നമ്മൾ കൊപ്ര തേങ്ങ ഇതിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ നമ്മുടെ ഈ 2 ഡോറ് ഇതുപോലെ തുറന്നിടണം. പിന്നെ ഈ തേങ്ങയിൽ വെള്ളത്തിൻ്റെ അംശം കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് പോകാൻ വേണ്ടിയിട്ടാണ്. അത് പോയി കഴിഞ്ഞാൽ നമുക്കിത് അടക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലക്ട്രിക്കൽ ബോക്സിൽ ടൈമർ ഉണ്ട്. അതുപോലെ തന്നെ ഈ കട്ട് ഓഫ് ഉണ്ട്. ടൈമറും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. കട്ട് ഓഫ് ഉണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഇലക്ട്രിക് ബോക്സും കാര്യങ്ങളും. ഏകദേശം ഇതിൻ്റെ ഈ ഡ്രയറിൻ്റെ ഏകദേശം വലിപ്പം എന്ന് പറഞ്ഞാൽ 3.5 അടി നീളം, 4 അടി വീതിയും, ഒരു 4.5 അടി ഹൈറ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പിന്നെ ഡ്രയറിൻ്റെ വിശേഷങ്ങൾ. പിന്നെ നമ്മളെ ഡ്രയറിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഉണ്ട്. നമ്മളെല്ലാ വീഡിയോസിലും പറയണ ഇത് റെഡ് കളറാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിത് ലൊക്കേഷനിൽ ചെന്നതിന് ശേഷമാണ് ഇത് ചീന്തുള്ളൂ. ഇത് ചീന്തി കഴിഞ്ഞാൽ ഇത് ഫുൾ റെഡ് കളറാണ്. ഇതിൻ്റെ മുകളിൽ ഇതൊരു സ്റ്റിക്കറാണ്. അപ്പോൾ എക്സ്പ്ലറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പൈനിയർ ഏജൻസി രമേശ് ഏട്ടനാണ്. അദ്ദേഹമാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ കട്ടർ കൊടുക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന കട്ടർ ഇതാണ്. നമ്മളെ കട്ടർ പറഞ്ഞാൽ കുറച്ച് ഹെവി കട്ടറാണ്, കുറച്ച് ഹൈറ്റൊക്കെ ഉള്ള കട്ടറാണ്. നമുക്കൊരു മണിക്കൂറിനുള്ളിൽ 250 കിലോ നമുക്ക് കൊപ്ര നുറുക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു ഹെവി കട്ടറാണ്. പിന്നെ ഇതിൽ നമ്മൾ മോട്ടർ വെച്ച് കൊടുക്കുന്നുണ്ട്. മോട്ടർ നമ്മൾ അവിടെ പോയിട്ട് ലൊക്കേഷനിൽ വെച്ച് ചെന്നാലാണ് നമ്മൾ ക്രോംപ്ടൻ്റെ ഒരു 1.5 HP മോട്ടറാണ് ഇതിൽ വെക്കുന്നത്. ഇതിൽ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് വെക്കുള്ളൂ. പിന്നെ ഇതിൽ കൂടെയാണ് നുറുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടെയാണ് ഇത് ലോഡായി കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊന്തി ചാടും. അപ്പോൾ അങ്ങനെയാണ് കട്ടറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ കട്ടർ നമ്മൾ കൊടുക്കുന്നത് മോട്ടർ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ക്രോംപ്ടൻ്റെ മോട്ടർ വെച്ച് കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട്. മോട്ടർ ഇല്ലാതെയാണെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. നമ്മൾ പിന്നെ മില്ലിൽ കൊപ്പരാട്ടുന്ന എക്സ്പിലറിൻ്റെ മോള് കൗണ്ടർ ഉണ്ടാവും. ആ കൗണ്ടറിൻ്റെ മോള് ഒരു 18ൻ്റെ ഒക്കെ ഒരു പുള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഓടിക്കാം. അതുപോലെ തന്നെ ഇതിൽ സിംഗിൾ ഫേസ് മോട്ടറാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമുക്ക് മോട്ടർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും പിന്നെ ഒരു മില്ലിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്കിത് കൊണ്ടുപോയിടാനുള്ള സൗകര്യം ഉണ്ട് മോട്ടർ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പിയിലാണ്. നമ്മൾ അതുപോലെ തന്നെ ഫയർവുഡിൻ്റെ ഡ്രയർ ചെയ്യുന്നുണ്ട്. 150 മുതൽ പിന്നെ 1500 വരെ തേങ്ങ കത്തിക്കുന്ന ഡ്രയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ പട്ടാമ്പിയിലാണ്. നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടാം. അപ്പോൾ ഇനി വണ്ടിയിൽ കയറ്റുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഡ്രയർ ഇപ്പോൾ 70ലാണ് ഇട്ടുള്ളത്. ടൈമർ നമ്മൾ ഇട്ടിരിക്കുന്നത് 12 മണിക്കൂർ. അപ്പോൾ നമ്മുടെ എക്സ്പിലറിൻ്റെ മോട്ടർ ഇതാണ്. 10 HP ഫ്ലോ സ്പീഡ് മോട്ടറാണ് ക്രോംപ്ടൻ്റെ. അതുപോലെ AV ഡ്യൂട്ടി എക്സ്പിലർ ഉണ്ട് വണ്ടിയിൽ. പിന്നെ അതിൻ്റെ ട്രാക്ക് പുറത്തുനിന്ന് അടിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ തട്ട്, പുള്ളി, ഷർമ്മയാണിത്, ഷർമ്മ.
നമ്മളെ കൊപ്ര കട്ടർ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. ഇനി ഡ്രയറാണ് കയറ്റാനുള്ളത്.